റാൻഡി ഓർട്ടൺ വേഴ്സസ് റോമൻ റെയിൻസ്, ഇവരുടെ റോയൽ റംബിൾ മാച്ച് WWE ചേഞ്ച് ചെയ്യാൻ സാധ്യതയുണ്ട്. അതിന് പകരം ഒരു ഫാറ്റൽ 4-way മാച്ചാണ് വരാൻ സാധ്യതയുള്ളത്. ഇത് കൺഫേമായി നടക്കും എന്നല്ല, ഇപ്പോൾ ഇങ്ങനെയാണ് ന്യൂസ് വരുന്നത്. അതിനോടൊപ്പം ഒരുപാട് നാളുകൾക്ക് ശേഷം റോമൻ റെയിൻസ് സ്മാക്ക് ഡൗൺ എപ്പിസോഡിൽ മാച്ച് ചെയ്യാൻ പോകുന്നുണ്ട്. അതായത് റോമന്റെ മാച്ച് സ്മാക്ക് ഡൗണിൽ നമ്മൾക്ക് കാണാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ആ മാച്ച് എന്നാണ് വരാൻ സാധ്യതയുള്ളത് എന്നും എന്ത് ടൈപ്പ് മാച്ചാണെന്നും ഈ വീഡിയോയിൽ പറയാം. അതുകൂടാതെ WWE വിട്ട് AEWയിലേക്ക് പോയ ചില റെസ്ലേഴ്സ് വീണ്ടും WWE തന്നെ വരാൻ പോകുന്നുണ്ട്. ഫസ്റ്റ് AEW വിട്ട് WWE വരാൻ സാധ്യതയുള്ള ചില റെസ്ലേഴ്സിനെ പറ്റി പറയാം. ഒന്നാമതായി വരുന്നത് മുൻ യുണൈറ്റഡ് സ്റ്റേറ്റ് ചാമ്പ്യനായിരുന്ന ആൻഡ്രോയിഡ് എന്ന റെസ്ലറാണ്. ഈ ഒരു റെസ്ലർ WWE ഉണ്ടായിരുന്നപ്പോൾ അത്യാവശ്യം നന്നായി അറിയപ്പെട്ട് ഒരുപാട് നല്ല നല്ല മാച്ചെല്ലാം ചെയ്തിട്ടുണ്ട്. എന്നാൽ AEWയിലേക്ക് പോയി അത്യാവശ്യം കുഴപ്പമില്ലാതെയാണ് മുന്നോട്ട് പോകുന്നത്. വീണ്ടും ആൻഡ്രോയിഡ് WWE ഡീൽ സൈൻ ചെയ്ത് WWE വർക്ക് ചെയ്യാനായിട്ട് താല്പര്യം കാണിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം ആൻഡ്രോയിഡയുടെ ഗേൾ ഫ്രണ്ട് ഷാർലറ്റ് ഫ്ലെയർ. അതുകൊണ്ട് ആൻഡ്രോയിഡ് വീണ്ടും WWE വരാനാണ് സാധ്യതയുള്ളത്. AEWയുമായിട്ടുള്ള കോൺട്രാക്ട് തീർന്ന ഉടനെ തന്നെ. അപ്പോൾ നമ്മൾക്ക് ആൻഡ്രോയിഡിനെ WWE വീണ്ടും പ്രതീക്ഷിക്കാം. അതിനുശേഷം വരുന്ന റെസ്ലർ അലിസ്റ്റർ ബ്ലാക്ക് ആണ്. അലിസ്റ്റർ ബ്ലാക്കിനെ WWE റിലീസ് ചെയ്തതിന് ശേഷം അലിസ്റ്റർ ബ്ലാക്ക് AEWയിലേക്ക് പോയതാണ്. പിന്നീട് അലിസ്റ്റർ ബ്ലാക്ക് അവിടെ നിന്നും റിലീസെല്ലാം ആവശ്യപ്പെട്ടു എങ്കിലും AEW കൊടുത്തില്ല. എന്നാൽ അലിസ്റ്റർ ബ്ലാക്കിൻ്റെ കോൺട്രാക്റ്റും AEWയിൽ തീരാറായിട്ടുണ്ട്. അലിസ്റ്റർ ബ്ലാക്കും WWE വരാനാണ് പോകുന്നത്. ട്രിപ്പിൾ എച്ച് ആയതുകൊണ്ട് 100% അലിസ്റ്റർ ബ്ലാക്ക് WWE വരും. മറ്റൊരു റെസ്ലർ മുൻപ് WWE വർക്ക് ചെയ്ത ഒരു റെസ്ലർ തന്നെയാണ്. ആ ഒരു റെസ്ലറിന്റെ പേര് ടൈ ഡിലഞ്ചർ എന്നാണ്. അങ്ങനെ പറഞ്ഞ് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല, കാരണം AEWയിൽ ഷോൺ സ്പിയർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഈ ഒരു റെസ്ലർ WWE നമ്പർ 10 ഇങ്ങനെയാണ് വരാറുള്ളത്. അതായത് പെർഫെക്റ്റ് 10 ഇങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ട് 2017 റോയൽ റംബിളിലും നമ്പർ 10 ഈ ഒരു റെസ്ലർ എൻട്രി ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ AEW ഇപ്പോൾ ഈ ഒരു റെസ്ലറെ റിലീസ് ചെയ്തിട്ടുണ്ട്. AEWക്ക് താങ്ക്സും പറഞ്ഞ് പോസ്റ്റ് എല്ലാം ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ WWE വീണ്ടും ഒരു കോൺട്രാക്ട് സൈൻ ചെയ്ത് മിക്കതും റോയൽ റംബിൾ മാച്ചിൽ നമ്പർ 10 തന്നെ വരാനാണ് ചാൻസ് ഉള്ളത്. അപ്പോൾ ഷോൺ സ്പിയർ ആയിരിക്കില്ല, ടൈ ഡിലഞ്ചർ ആയിരിക്കും നെയിം വരിക. ഇവരാണ് AEW ഇട്ട് ഉടനെ WWE വരാൻ സാധ്യതയുള്ള ചില റെസ്ലേഴ്സ്. ഇനി റാൻഡി ഓർട്ടൺ റോമൻ റെയിൻസ് ഇവരുടെ റോയൽ റംബിൾ സിംഗിൾ ചാമ്പ്യൻഷിപ്പ് മാച്ച് ചേഞ്ച് ചെയ്യും എന്ന് പറയുന്നതിന്റെ കാരണം എന്താണെന്ന് നോക്കാം. അതായത് ജനുവരി മാസം ഫസ്റ്റ് നടക്കുന്ന സ്മാക്ക് ഡൗൺ എപ്പിസോഡ് ഒരു സ്പെഷ്യൽ ഷോ ആയിട്ടാണ് നടക്കുന്നത്. അതായത് നെക്സ്റ്റ് വീക്ക് സ്മാക്ക് ഡൗൺ എപ്പിസോഡ്. ഈ ഒരു സ്മാക്ക് ഡൗൺ എപ്പിസോഡിൽ ട്രിപ്പിൾ ത്രെഡ് മാച്ച് കൺഫേം ചെയ്തിട്ടുണ്ട്. ചാമ്പ്യൻഷിപ്പ് മാച്ചിന് വേണ്ടിയിട്ടുള്ള നമ്പർ 1 കണ്ടൻഡർ മാച്ച് LA Knight, AJ Styles, റാൻഡി ഓർട്ടൺ ഇവർക്ക്. അപ്പോൾ ഈ ഒരു മാച്ചിൻ്റെ അവസാനം റോമൻ റെയിൻസ് റിട്ടേൺ ചെയ്തുകൊണ്ട് റോമൻ റെയിൻസും ബ്ലഡ് ലൈനും ചേർന്ന് ഇവരെ 3 പേരെയും ഒരേ സമയം അറ്റാക്ക് ചെയ്ത് ശേഷം ഈ ഒരു മാച്ച് ഡിസ്ക്വാളിഫിക്കേഷൻ ആക്കി. അതിനുശേഷം നിക്ക് ആൾഡിൻസ് വന്നുകൊണ്ട് ഇതൊരു ഫാറ്റൽ 4-way ചാമ്പ്യൻഷിപ്പ് മാച്ച് ആക്കിയിട്ട് റോയൽ റംബിളിൽ കൺഫേം ചെയ്യാനാണ് ചാൻസ് കൂടുതൽ. ഇതിന്റെ ഒരു പ്രധാന കാരണം റാൻഡി ഓർട്ടൺ റിട്ടേൺ ചെയ്ത് ഉടനെ തന്നെ തോൽപ്പിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടൊക്കെ ആയിരിക്കാം എന്ന് തോന്നുന്നു. എന്തായാലും ഇവർക്ക് ഫാറ്റൽ 4-way മാച്ച് നടക്കും എന്നാണ് പറയുന്നത്. ഇത് കൺഫേം ആയിട്ട് പറയല്ല. എന്തായാലും നെക്സ്റ്റ് വീക്ക് റോമന്റെ റിട്ടേണും ഈ ഒരു സെഗ്മെന്റ് നടക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ റോമൻ ഒരുപാട് നാളുകൾക്ക് ശേഷം സ്മാക്ക് ഡൗണിലും മാച്ചും ചെയ്യുന്നുണ്ട്. അത് 19-ാം തീയതി നടക്കുന്ന സ്മാക്ക് ഡൗൺ എപ്പിസോഡിലാണ്. അതും ഒരു 6-man ടാഗ് ടീം മാച്ചാണ് റോമൻ മത്സരിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ മാച്ച് നടക്കുന്നത് സോളോ സിക്കാവ, റോമൻ റെയിൻസ്, ജെയൂസോ വേഴ്സസ് റാൻഡി ഓർട്ടൺ, AJ Styles, LA Knight ഇവർക്കാണ് ഈ ഒരു 6-man ടാഗ് ടീം മാച്ചും നടക്കാൻ സാധ്യതയുള്ളത്. അപ്പോൾ ഇതെല്ലാം കൺഫേമായി നടക്കും എന്നല്ല, ഇങ്ങനെയാണ് ഇപ്പോൾ ന്യൂസ് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഇന്നും സ്മാക്ക് ഡൗൺ എപ്പിസോഡൊന്നും ഉണ്ടായിരുന്നില്ല. സ്മാക്ക് ഡൗൺ എപ്പിസോഡിന് പകരം റോ എപ്പിസോഡിന്റെ പോലെ തന്നെ 2023 ബെസ്റ്റ് മൂവ്മെന്റ് ആണ് കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നതിന് ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.